ഉദേട്ടാ ഉദേട്ടാ എന്താ തീരുമാനിച്ചെന്നേ ഇപ്പ അറിയാം. അമ്മേ, സിതാരയെല്ലാം അവസാനിപ്പിക്കാണോ? എന്താ ചെയ്യുന്നതെന്ന് നോക്കാം. എന്താ സിതാരെ, എന്താ പറയാനുള്ളത്? പെട്ടെന്ന് പറ. മാഡത്തിന്റെ മകൾ ഈ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോഴൊക്കെ കരഞ്ഞും കാലു പിടിച്ചും ഇവളുടെ അടുത്ത് വന്ന് സഹായിക്കണമെന്ന് പറഞ്ഞു. അവളത് സമ്മതിച്ചു. എന്നിട്ട് ഏറ്റവും അവസാനം ഗാഥ ഇവളെ കൊല്ലാൻ ശ്രമിച്ച് ആശുപത്രി കിടക്കുമ്പോ മാഡം എനിക്കൊരു വാക്ക് തന്നായിരുന്നു. നവീന്റെയും കൃഷ്ണന്റെയും ജീവിതത്തിലേക്ക് ഇനി ഗാഥ വരില്ല, ഗാഥയ്ക്ക് വേണ്ടി സംസാരിക്കാനും വരില്ല എന്ന്. പിന്നെന്തിനാ ഇപ്പൊ വന്നത്? ഓ, ഇതെല്ലാം അറിഞ്ഞു വെച്ചോണ്ടാണല്ലേ നീ അങ്ങനൊരു വാക്ക് എന്റെ അടുത്ത് വാങ്ങിച്ചത്? എങ്കിൽ നീ ജയിക്കുന്ന എനിക്കൊന്ന് കാണണം. വിളിച്ചു പറയട്ടെ ഞാൻ എല്ലാവരോടും. ഈ നടന്നതെല്ലാം വെറും നാടകങ്ങളാന്ന് പറയട്ടെ എന്ന്. അതിന്റെ ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലാവും മാഡം. ഈ അവസ്ഥയില് ഇവളെ ഇവിടുന്ന് ഇറക്കി വിടണമെന്ന് ആഗ്രഹിച്ചിട്ടല്ലേ? എല്ലാം വിളിച്ചു പറയുന്നതിന് മുമ്പ് മാഡം ഒന്ന് ആലോചിച്ചു. കളരിക്കൽ കുടുംബത്തിന്റെ സർപ്പശാപം തീർത്തത് ഈ നിൽക്കുന്ന കൃഷ്ണയെ. നവീന്റെ ഭാര്യ ഇവളാ. നവീന്റെ കുഞ്ഞ് ഇവളുടെ വയറ്റിലാ ഉള്ളത്. കഴിഞ്ഞ കാര്യങ്ങൾ കളരിക്കൽ കുടുംബക്കാരുടെ മനസ്സിലുണ്ടാവും. പിന്നെ കുറെ പേർക്കെങ്കിലും ഈ സത്യം അറിയാവുന്നതാണല്ലോ. അവർ തീരുമാനം എടുത്തോളും. ഭീഷണി മുഴക്കിയിട്ട് അവരുടെ മുന്നിലേക്ക് ചെന്നാലുണ്ടല്ലോ, ചിലപ്പോ ആട്ടി ഓടിക്കും അവര്. കളരിക്കൽ കുടുംബത്തിനെ ചതിച്ചവളെന്ന് വിളിക്കും. അത് താങ്ങാൻ തയ്യാറാണെങ്കിൽ ചെന്ന് പറ. എന്താ സിതാര മാഡത്തിന് ധൈര്യമില്ലേ? എന്റെ മോളെ നാണം കെടുത്താൻ ഉദ്ദേശമെങ്കിൽ നിങ്ങൾ പിന്നെ അഭിമാനത്തോടെ ഇറങ്ങി നടക്കണോന്ന് ഞാൻ തീരുമാനിക്കും. വേണ്ട, ഒരുപാട് തവണ ഞാൻ ഈ തല്ലു കൊണ്ടിട്ടുണ്ട്. പക്ഷേ ഇനി കൊള്ളില്ല. കാരണം എന്റെ മോൾക്ക് കൂട്ടായിട്ട് ഞാനുണ്ടാവും. മാഡം പ്രസവിച്ച ഒരു കുട്ടിക്ക് മാഡം താങ്ങാണ്, തണലാണ്. പക്ഷേ മാഡം പ്രസവിച്ച മറ്റൊരു കുട്ടിക്ക് മാഡം ശത്രുവാ. അമ്മേ, നീ മിണ്ടാതിരിക്കുമ്പോളെ, നിന്നെ നിന്റെ കുഞ്ഞിനെ നോക്കാൻ എനിക്കറിയാം. അതിവരെയൊക്കെ വെല്ലുവിളിച്ചിട്ടായാലും. അത്രയ്ക്ക് അഹങ്കാരമാണ് നിനക്കെങ്കിലേ ഞാനും മടിക്കുന്നില്ല. സംഭവിച്ചതല്ല ഇപ്പൊ തന്നെ എല്ലാരും അറിയട്ടെ. അമ്മേ, നമ്മുടെ കൂടെ എല്ലാരും ഉണ്ട് മോളെ. നമ്മളെ ജയിക്കൂ. ഒരു നിമിഷം എല്ലാരും ഇവിടെ ഒന്ന് ശ്രദ്ധിക്കോ. എനിക്ക് എല്ലാവരോടുമായിട്ട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഉദേട്ടാ ഉദേട്ടാ എന്താ തീരുമാനിച്ചെന്നേ ഇപ്പ അറിയാം. അമ്മേ, സിതാരയെല്ലാം അവസാനിപ്പിക്കാണോ? എന്താ ചെയ്യുന്നതെന്ന് നോക്കാം. എന്താ സിതാരെ, എന്താ പറയാനുള്ളത്? പെട്ടെന്ന് പറ. നവീൻ, എനിക്ക് പറയാനുള്ളത് നവീനോടാ.
മാം പറഞ്ഞോ? ഇല്ല, പറയാൻ തുടങ്ങായിരുന്നു. കൃഷ്ണ, മാഡത്തിന്റെ മകളുടെ വിവാഹം തീരുമാനിച്ചിരിക്കുക. വലിയൊരു ബിസിനസ് ഗ്രൂപ്പിന്റെ തലവനാ അദ്ദേഹം. എല്ലാം തീരുമാനിച്ചതിനിടയിലാ ഗാഥ മാഡത്തിനൊരു ആക്സിഡന്റ് പറ്റിയത്. ഗാഥ മാഡം ഹോസ്പിറ്റലിലാ. അപകടത്തില് എന്റെ മോൾക്ക് ചില പ്രശ്നങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥയില് ആ പ്രശ്നങ്ങളൊക്കെ അവരറിഞ്ഞ അവരാ വിവാഹത്തിൽ നിന്ന് പിന്മാറും. എന്റെ മോൾ അതൊരിക്കലും സഹിക്കില്ല. എനിക്കെന്റെ മോളെ ട്രീറ്റ് ചെയ്യണം, അവളെ പഴയ കണ്ടീഷനിലാക്കണം. അതുവരെയുള്ള സമയത്ത് നീ എനിക്കൊരു ഉപകാരം ചെയ്യണം. കുറച്ചു നാള് നീ എന്റെ മോളുടെ വേഷം കെട്ടണം. ഗാഥയുടെ വരനായിട്ട് വരാൻ പോകുന്ന ആളുടെ മുന്നിലും അയാളുടെ കുടുംബത്തിന് മുന്നിലും നീ ഗാഥയാവണം. മാഡം, അത് നവീന്റെ മുമ്പിൽ ഇപ്പൊ നീ നടത്തുന്ന അഭിനയം ഉണ്ടല്ലോ, അത് അവസാനിക്കുന്നത് വിവാഹ ദിവസമായിരിക്കും. അന്ന് കണക്കുകളെല്ലാം അവസാനിപ്പിച്ച് നിനക്ക് പടിയിറങ്ങാം. കതിർ മണ്ഡപത്തില് ഗാഥമോൾക്ക് പകരം കയറേണ്ടത് നീയാ. നവീൻ നിന്റെ കഴുത്തിലായിരിക്കും താലി കെട്ടുന്നത്. നവീൻ നിന്റെ കഴുത്തിൽ താലി കെട്ടി കഴിഞ്ഞാൽ കതിർ മണ്ഡപത്തിൽ നിന്ന് കളരിക്കിലേക്ക് പോകുന്നത് ഗാഥമോളായിരിക്കും. അതോടെ നിന്റെ ഡ്യൂട്ടി കഴിഞ്ഞു, നീ സ്വതന്ത്രയായി. മാമിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ട ഇതൊക്കെ മാം അഭിനയിക്കാണെന്ന് പറയേയില്ല. ഇല്ല സിനി, ഇതൊന്നും വേണമെന്ന് വിചാരിച്ച് ഞാൻ ചെയ്തതല്ല. കൃഷ്ണനെ ചേർത്ത് പിടിച്ചപ്പോ എന്റെ മോളെ ചേർത്ത് പിടിച്ച പോലെ എനിക്ക് തോന്നിയത്.